കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ വേടനെ ഇപ്പോൾ പുറത്തേക്കിറക്കുകയാണ്. വേടനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. പറയാനുള്ള കാര്യങ്ങൾ പിന്നീട് പറയുമെന്നാണ് നേരത്തെ വേടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. കഞ്ചാവ് കൈവശം വെച്ചത് അത് ജാമ്യം ലഭിക്കാവുന്ന കേസാണ്. പക്ഷേ പുലിപ്പല്ല് കണ്ടെത്തി എന്നതാണ് ഇപ്പോൾ വേടനെതിരെ ചുമത്തിയിരിക്കുന്ന ജാമ്യമില്ലാ കുറ്റം. ഹലോ 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 തുറന്നു ഹലോ 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 പക്ഷെ ഞാൻ കഞ്ചാവ് വലിക്കുന്ന ആളാണ്. ഞാൻ കള്ളു കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന ആളാണ്. എല്ലാവർക്കും അറിയാമത്. കള്ളു കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന ആളാണ് താൻ എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. നേരത്തെ ഈ മാല, പുലിപ്പല്ലിന്റെ മാല നൽകിയത് രഞ്ജിത്ത് കുമ്പിടി എന്ന ആളാണ് എന്നുള്ള വിവരമുണ്ടായിരുന്നു. തനിക്ക് രഞ്ജിത്ത് കുമ്പിടിയെ അറിയില്ല എന്നാണിപ്പോൾ മേഡം നൽകിയ മൊഴി. ശരൺ ഉണ്ട് വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ വേടനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ അദ്ദേഹം നടത്തിയ പ്രതികരണം എന്താണ്? സ്മൃതി, താൻ അത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നുള്ളതാണ് ആവർത്തിക്കുന്നത്. എന്തായാലും നേരത്തെ മൊഴി നൽകിയിരുന്നതാണ്, പോലീസിന് മൊഴി നൽകിയിരുന്നതാണ് കഞ്ചാവ് താൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത്. അതിന് പിന്നാലെ ഇപ്പോൾ പ്രതികരണം തേടിയപ്പോൾ സമാനമായൊരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ രഞ്ജിത്ത് കുമ്പിടിയെ കേന്ദ്രീകരിച്ചുള്ള വലിയ അന്വേഷണത്തിലേക്ക് വനംവകുപ്പ് നീളുകയാണ്. നേരത്തെ പ്രധാനമായും ഇയാൾ തന്നെയാണ്, വേടൻ തന്നെയാണ് ഇത്തരത്തിലൊരു മൊഴി നൽകിയിരുന്നത്. തനിക്ക് ഈ പുലിപ്പല്ല് കൈമാറിയത് അല്ലെങ്കിൽ സമ്മാനിച്ചത് ഈ രഞ്ജിത്ത് കുമ്പിടി എന്നുള്ള ആളാണ്. രഞ്ജിത്ത് കുമ്പിടിയെക്കുറിച്ച് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത് ഇയാൾക്ക് ശ്രീലങ്കൻ പശ്ചാത്തലമാണ് ഉള്ളതെന്നാണ്. അങ്ങനെ UK ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ശ്രീലങ്കൻ പശ്ചാത്തലമുള്ള UK കഴിയുന്ന ഒരാളാണ് രഞ്ജിത്ത് കുമ്പിടി. രഞ്ജിത്ത് കുമ്പിടി കഴിഞ്ഞ വർഷം പല തവണ ഇത്തരത്തിൽ വേടനും രഞ്ജിത്ത് കുമ്പിടിയും തമ്മിൽ ബന്ധപ്പെട്ടിരുന്നു. അത്